നമ്മളിപ്പോ ഇവിടെ തൂവലിലുള്ള ബോട്ടിങ്ങിന് വേണ്ടിയാണ് പോകുന്നത്. അടിപൊളി ബോട്ടിങ്ങിന്റെ ഒരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിതാ ഈ ബോട്ടിങ്ങിന്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇതാ നോക്കി, അങ്ങനെ ഇതാ നമ്മുടെ അലീനും അലീനായും നമ്മുടെ ഇതാ മിനി ചേച്ചിയും നിഷ എല്ലാവരും കൂടെ വരുന്നൊരു കാഴ്ചയാണ്. ഞങ്ങളിതാ അങ്ങനെ തൂവലിൻ്റെ കടലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അങ്ങനെ ചെറിയൊരു ബോട്ടിങ്ങിന് വേണ്ടി പോവാണ്. ഇതാ ഇവിടെ മുഴുവൻ കാണുന്നത് ബോട്ടിങ്ങാണ്. ഉണ്ടോ, ബോട്ടുകളുടെ ഒരു നല്ലൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പം നമ്മൾ ഈ ബോട്ടിൽ കയറിയിട്ട് തൂവലിൻ്റെ ഈ ഒരു ചെറിയ കടലിൻ്റെ ഇവിടെ നമ്മളൊന്ന് പോവാണ്. അപ്പോൾ ഇവിടെ 1 ഹവറിൽ ഈ ബോട്ടിൽ നമുക്ക് സവാരിക്ക് 300 റിയാലാണ് അതിൻ്റെ റേറ്റ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഈ ഒരു ബോട്ടിൻ്റെ യാത്രയിൽ നിങ്ങളെ കൂടെ ഒന്ന് ക്ഷണിക്കുകയാണ്. അങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കടലിൻ്റെ കളറ് തന്നെയാണ് നല്ല പച്ചിച്ച് കിടക്കുന്ന തൂവലിൻ്റെ മനോഹരമായിട്ടുള്ള കടലിൽ കൂടെ നമ്മൾ ചെറിയൊരു ബോട്ടിൽ അങ്ങനെ സഞ്ചരിക്കാനായിട്ടുള്ള തിടുക്കത്തിലാണ്. അങ്ങനെ വേറെ ഫാമിലികളൊക്കെ അങ്ങനെ ബോട്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ബോട്ട് അങ്ങ് ഏറ്റവും ലാസ്റ്റിലായിട്ടുണ്ടെന്ന് അതിൻ്റെ ആൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആ ബോട്ടിൽ കയറി ഈ കടലിൻ്റെ ഉള്ളിലുള്ള ചെറിയ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇതാണ് തൂവലെന്ന് പറയുന്നത്. ജിദ്ദയിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരുമ്പം മനോഹരമായിട്ടുള്ളൊരു ബീച്ചും അതുപോലെ തന്നെ ബോട്ടിങ്ങും ഒക്കെ കൂടെയുള്ള നല്ലൊരു കാഴ്ചയാണ് നമുക്ക് തൂവലെന്നുള്ള പ്രദേശത്ത് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല രുചികരമായിട്ടുള്ള ഫിഷ് റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നല്ല ചെറിയ ബോട്ടുകൾ ഇഷ്ടംപോലെ ബോട്ടിൻ്റെയൊക്കെ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ട് റെഡിയാണ്. നമ്മുടെ ബോട്ടിൽ നമുക്ക് കയറി അതിന് യാത്രകൾ പോകാനായിട്ടുള്ള ഒരിതിലാണ്. ദിസ് വൺ സലാം ദിസ് വൺ. അങ്ങനെ നമ്മളെ ബോട്ടിങ്ങിന് വേണ്ടി റെഡിയാണ്. നമ്മുടെ ബോട്ട് അദ്ദേഹം റെഡിയായിട്ടതാ അതിൻ്റെ കണ്ടോ, നമ്മളങ്ങനെ പോവുകയാണ്. ഓക്കെ, എന്ന് പിടിക്കണേ അലീന, കമോൺ. അങ്ങനെ ഞങ്ങളിതാ തൂവലിലെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബോട്ടിങ്ങിന് വേണ്ടിയുള്ള പോവാണ്. അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ നമ്മൾ ഇടണം. കാരണം ഫസ്റ്റ് സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് നമ്മളങ്ങനെ പോകാനായിട്ടാണ് ഒരുങ്ങുന്നത്. അങ്ങനെ മിനി ചേച്ചിയൊക്കെ റെഡിയാണ്. നമ്മുടെ ബോട്ടിൻ്റെ കപ്പിത്താനെ സലാം അലൈക്കും. വാട്ട് ഈസ് യുവർ നെയിം? ഫഹദാണ്. അപ്പം തൂവലിലെ നമ്മുടെ ബോട്ടിൻ്റെ ക്യാപ്റ്റനാണ് ഫഹദ്. അപ്പം അദ്ദേഹമാണ് ഇന്ന് നമ്മളെ ഈ ഒരു റെഡ് സീയുടെ ഉള്ളിലോട്ടുള്ള യാത്രയിൽ നമ്മളെ കൊണ്ടുവന്ന നമ്മുടെ ക്യാപ്റ്റനാണ് ഫഹദ്. അപ്പം തൂവലിൽ വരുന്ന എല്ലാവർക്കും വെൽക്കം. നല്ല മനോഹരമായിട്ടുള്ള നല്ല ഒരു അനുഭൂതി നമുക്കിവിടെ സമ്മാനിക്കാനായിട്ട് നല്ല സൂപ്പർ ബോട്ടിങ്ങും അതുപോലെ തന്നെ ഈ ചെങ്കടലിന് ഉള്ളിലൂടെയുള്ള നല്ലൊരു യാത്രയും അതുപോലെ തന്നെ നല്ലൊരു ബീച്ചിൻ്റെ കാഴ്ചയൊക്കെ നമുക്കിവിടെ തൂവലിൽ ലഭ്യമാണ്. അപ്പം തീർച്ചയായിട്ടും ജിദ്ദയിലുള്ളവർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് തൂവല്. അപ്പം തൂവലിൽ തീർച്ചയായിട്ടും വരുന്നവർ ഈ ബോട്ടിങ്ങിന് വേണ്ടി നിങ്ങൾ വരണം. അപ്പം പെർ അവർ 300 റിയാലാണ് ഇതിൻ്റെ റേറ്റ്. അപ്പം തീർച്ചയായിട്ടും തൂവലി വരുന്നവർ
ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുക, വന്ന് ആസ്വദിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിങ് നമ്മുടെ ക്യാപ്റ്റൻ ഫഹദ് അങ്ങനെ എടുക്കുകയാണ്. അപ്പം ദാ എല്ലാം ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാവരും റെഡിയാണ്. ഇനി ഞാൻ മാത്രമാണ് ബാക്കി. അപ്പം ഞാനും ആ ജാക്കറ്റൊക്കെ ഇടാനായിട്ടുള്ള ഞാൻ ഇരിക്കുന്നില്ല. ബോട്ടിൻ്റെ എൻജിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇതാ അതിൻ്റെ റോപ്പൊക്കെ അഴിക്കുകയാണ് നമ്മുടെ ഫഹദ് ബ്രദറ്. ബ്രോ അങ്ങനെ ഇതാ ഓരോ കയറുകളൊക്കെ അങ്ങനെ ഊരി നമ്മുടെ ബോട്ടിനെ സ്വതന്ത്രമാക്കുകയാണ്. ഉണ്ടാവും അങ്ങനെ തൂവലിലെ ബോട്ടിങ്ങിൻ്റെ ഒരു നല്ല കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇതാ അങ്ങനെ നമ്മുടെ ബോട്ടിൽ നമ്മുടെ അലീന, അതുപോലെ തന്നെ നമ്മുടെ മിനി ചേച്ചി, ഇപ്പുറത്തെ സൈഡിൽ അങ്ങനെ അലിൻ, നിഷ, അങ്ങനെ ഞങ്ങളൊക്കെ എല്ലാവരും അങ്ങനെ അദ്ദേഹം കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബോട്ടിങ് അങ്ങനെ നമ്മുടെ ബോട്ടുകളിലുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള തൂവൽ എന്നുള്ള സ്ഥലത്തുള്ള ചെങ്കടലിലൂടെയുള്ള ഒരു ബോട്ട് യാത്രയിലാണ് നമ്മൾ. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഞങ്ങളുടെ ബോട്ട് യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ചെങ്കടലിൻ്റെ മനോഹാരിത അങ്ങനെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ബോട്ടിൽ നമ്മളങ്ങനെ പോവുകയാണ്. കണ്ടോ അലീന, പേടിയുണ്ടോ? അങ്ങനെ നമ്മൾ അങ്ങനെ കടലിൻ്റെ അങ്ങനെ കുറച്ച് ദൂരങ്ങൾ ഇങ്ങനെ ബോട്ടിൽ പോയി ഒന്ന് ആസ്വദിക്കാനായിട്ടുള്ള ഒരു ഇതാണ്. ചെങ്കടലിലൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. അതിന് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മളങ്ങനെ ആസ്വദിക്കുകയാണ്. നമ്മുടെ ബോട്ടിലുള്ള നല്ലൊരു കാഴ്ചയാണ്. നമ്മുടെ ക്യാമറ മാനിൽ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. നമ്മുടെ ക്യാമറ സ്പീഡ് ബോട്ട്. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ നിശയും മിനി ചേച്ചിയും ഒക്കെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യുകയാണ്. നോക്കി കണ്ടോ, വളരെ നല്ല ഒരു സന്തോഷം കിട്ടിയ ഒരു ദിവസമായിരുന്നു. അങ്ങനെ ചെങ്കടലിനുള്ളിലൂടെ ബോട്ടിലൂടെയുള്ളൊരു മനോഹര യാത്രയാണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മുടെ അലീനയാണ് ഇപ്പം ഓടിക്കുന്നത്. നമ്മുടെ ഇൻട്രോ മേക്കർ ഇപ്പം നമ്മുടെ ബോട്ട് ഓടിക്കുകയാണ്. തിരിച്ച് അങ്ങനെ അലീനയാണ് ഇപ്പം ക്യാപ്റ്റൻ. കടലിൻ്റെ മനോഹര കാഴ്ചകൾ കണ്ട്, തിരമാലകൾ കണ്ടോ, അങ്ങനെ ചെങ്കടലിനുള്ളിലെ തിരമാലകൾ ഒക്കെ കീറി മുറിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ബോട്ടിൻ്റെ യാത്രയാണ്.
നമ്മുടെ അലീന അങ്ങനെ അടിപൊളിയായിട്ടാണ് അലീന അങ്ങനെ ബോട്ട് ഓടിക്കുന്നത്. ക്യാപ്റ്റൻ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം. ഓക്കെ 2, 3 ഫോട്ടോ നോ പ്രോബ്ലം. ബോട്ട് വാടിച്ച് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. ഹൈ സ്പീഡിലാണ് നമ്മുടെ ബോട്ട് പോകുന്നത്. അതിലുള്ള വെള്ളമൊക്കെ അങ്ങനെ നല്ല അടിപൊളി സ്പീഡിലാണ് നമ്മുടെ ബോട്ട് പോകുന്നത് കേട്ടോ. കൈറ്റ് മേടിക്കണേ. കൈറ്റ് ഒരു കൈറ്റ് മേടിക്കും. നമ്മൾ അങ്ങോട്ട് എത്തിച്ചെടുക്കും. I hope you enjoyed that. ഓണാക്ക് വേണേ. ഓണാക്ക് ഓണാ ഓണാടി. നമ്മളെ ഓയിലിൽ തിരിച്ച് നമ്മുടെ ചെട്ടിയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ
ലൈഫ് ജാക്കറ്റൊക്കെ അങ്ങനെ ഊരുകയാണ്. അങ്ങനെ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു എൻജോയ്? എങ്ങനെയായിരുന്നു നിഷ? നമ്മുടെ കുട്ടനാടിന്റെ വള്ളത്തെ പോകുന്ന പോലെ ആയിരുന്നു. ഇങ്ങനെ ചെങ്കടലിൽ കൂടെ അങ്ങനെ പോയി വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അപ്പം വീണ്ടും ഇതേപോലെയുള്ള നല്ല കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വരും. മതി ഓക്കെ, സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ യാത്ര കഴിഞ്ഞ് വീണ്ടും നമ്മളുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. അങ്ങനെ ഇതേപോലെ സൗദി അറേബ്യയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.